ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മനോഹരമായ ഭൂഗോളം ഗ്രാൻഡ് കാനിയൻ ഉൾപ്പെടെ യാദൃശ്ചികമായി ഉണ്ടായി എന്നാണ് ശാസ്ത്രജ്ഞന്മാരിൽ ചിലർ പറയുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വാസ്തവത്തിൽ ഭൂമി ഉൾപ്പെടെ ഉള്ള ഈ പ്രപഞ്ചം യാദൃശ്ചികമായി ഉണ്ടായി എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ, ചിന്തിക്കുവാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. നോക്കൂ, മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുകയാണ്. എന്നിട്ടും തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന ഒരു ശിശുവിനോ പുൽക്കൊടിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു തുഷാര ബിന്ദുവിനോ യാതൊരു ആച്ഛാദനവും വരുത്തുന്നില്ല. ഇവിടെ ഞങ്ങൾ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇവ ചലിക്കുന്നതായിട്ട് തോന്നുന്നതുമില്ല. ഇവ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? മാത്രമല്ല, ഭൂമി മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും തിരിയുന്നുണ്ട്. ഭൂമി ഒരു മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ ചുറ്റുമ്പോൾ തന്നെ മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് തിരിയുന്നുണ്ട്. എന്നിട്ടും ഈ കല്ലിൽ നിന്നുകൊണ്ട് നിശ്ചലനായി നിൽക്കുന്നത് പോലെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ലേ? എൻ്റെ സുഹൃത്ത് സതീഷിന് ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുവാൻ കഴിയുന്നില്ലേ? എൻ്റെ പാസ്റ്റർ റോയ് ചെറിയാന് ഈ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുവാൻ കഴിയുന്നില്ലേ? ഇങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം ആർക്കുണ്ടാക്കുവാനായിട്ട് കഴിയും? അല്ല, ഈ ഗ്രാൻഡ് കാനിയൻ പോലുള്ള മനോഹരമായ ദൃശ്യം ആർക്ക് സൃഷ്ടിക്കുവാനായിട്ട് കഴിയും? ആർക്ക് ഡിസൈൻ ചെയ്യുവാനായിട്ട് കഴിയും? വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവമാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ദൈവമാണ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്, ദൈവമാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ കരവിരുതലുകളാണ്, ദൈവത്തിൻ്റെ കരവിരുതുകളാണ് ഈ മനോഹരമായ ഗ്രാൻഡ് കാനിയൻ.